രാജ്യത്തിൻ്റെ തൊഴിൽ ശക്തിക്കുമേൽ പുതിയൊരു കുരുക്ക് മുറുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ശരിക്കും ഒന്നല്ല, ഒന്നിച്ചു കുരുത്ത 4 കുരുക്കുകൾ. തൊഴിലാളികളെ ആധുനിക അടിമത്തത്തിലേക്ക് നീക്കുമെന്ന് പരക്കെ വിമർശിക്കപ്പെടുന്ന 4 ലേബർ കോഡുകൾ ഉടൻ ചട്ടങ്ങൾ നിർമ്മിച്ച് പ്രാബല്യത്തിലാക്കാനാണ് നീക്കം. മഹാമാരി രാജ്യത്തെ ഗ്രസിച്ച കാലത്ത് വേണ്ടത്ര ചർച്ചയില്ലാതെ ശബ്ദ വോട്ടിൻ്റെ സാങ്കേതികത്വത്തിൽ പാസാക്കിയ ദൂരവ്യാപക പ്രത്യാഘാത ശേഷിയുള്ള 4 നിയമങ്ങൾ. BMS ഒഴികെയുള്ള രാജ്യത്തെ ഒട്ടെല്ലാ തൊഴിലാളി സംഘടനകളും ഇന്ന് ദേശീയ തലത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചുകൊണ്ട് പ്രത്യക്ഷ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു. അതിനിടെ 4 കോഡുകളിൽ ഒന്നായ വേതന കോഡിന് കേരളത്തിൽ കരട് ചട്ടമായി എന്ന വാർത്ത വന്നു. എന്നാൽ ചട്ടം വിജ്ഞാപനം ചെയ്യില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നാളെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയനുകളുമായി തിരുവനന്തപുരത്ത് വിഷയം ചർച്ച ചെയ്യുകയാണ്. രാജ്യമാകെ ഈ വിഷയം ചർച്ചയാവുകയാണ്. കേന്ദ്ര നീക്കം രാജ്യത്തെ തൊഴിൽ ശക്തിയെ ചൂഷണം ചെയ്ത് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനോ ട്രേഡ് യൂണിയനുകളെ ക്ഷയിപ്പിച്ചില്ലാതാക്കാനാണോ ശ്രമം? ആദ്യം RD എക്സ്ട്രാ. 4 കോഡുകൾ, പലതരം വ്യവസ്ഥകൾ, ആകെ കുഴഞ്ഞുമറിഞ്ഞാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ അടിമുടി മാറ്റിമറിക്കുന്നതാണ് ഈ 4 ലേബർ കോഡുകളും. നിയമങ്ങൾ തയ്യാറാക്കിയ ഘട്ടത്തിലും പാസാക്കിയ ശേഷമുള്ള 5 വർഷത്തിനിടയിലും നിരവധി ചർച്ചകൾ നടന്നെങ്കിലും വിവാദ വ്യവസ്ഥകളിന്മേൽ ഒരു നീക്കുപോക്കിനും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പുതിയ ലേബർ കോഡിനെതിരെ തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി ഇന്ന് പ്രതിഷേധ ദിനം ആചരിച്ചു. തൊഴിലുടമകളുടെ താൽപര്യം മാത്രം സംരക്ഷിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിയമങ്ങളാണ് ലേബർ കോഡുകളിൽ ഉള്ളതെന്നാണ് വിമർശനം. CITU-വും INTUC-യും AITUC-യും അടക്കം 10 യൂണിയനുകളാണ് പുതിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധമുയർത്തുന്നത്. പ്രതിഷേധത്തിൽ നിന്ന് BMS മാത്രം വിട്ടുനിന്നു. ലേബർ കോഡിന്റെ കരട് ചട്ടം ആരുമറിയാതെ സംസ്ഥാനത്ത് വിജ്ഞാപനം ചെയ്തുവെന്ന വാർത്ത സർക്കാർ നിഷേധിച്ചു. ഡിസംബർ 19-ന് തിരുവനന്തപുരത്ത് ലേബർ കോൺക്ലേവ് ചേരും. കോഡിനെ എതിർക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കത്തയക്കാനും സർക്കാർ തീരുമാനിച്ചു. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. സംസ്ഥാനത്ത് ലേബർ കോഡ് ചട്ടം വിജ്ഞാപനം ചെയ്യാൻ ഉടൻ ഉദ്ദേശമില്ലെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ കരട് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നാളെ ട്രേഡ് യൂണിയനുകളുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഒരു എന്താ പറയുക, കേന്ദ്രത്തിലെ സീനിയർ IAS ഓഫീസർമാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ IAS ഓഫീസർമാർ ഇതിൻ്റെ ഒരു കരട് തയ്യാറാക്കി. ആ കരട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. വേറെ ഒരു നടപടിയിലെത്തിക്കും പോയിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ നയം അറിയാത്ത ഉദ്യോഗസ്ഥരാണ് കരട് ചട്ടം തയ്യാറാക്കിയതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത്തരം ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ തൊഴിൽ മന്ത്രിക്ക് കെൽപ്പുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്താണ് LDF നിൽക്കുന്നത്. എപ്പോഴും ആ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥമറിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ഉണ്ട്. LDF ഭരിക്കുന്ന കേരളത്തിൽ വിവിധ തലങ്ങളിൽ, വിവിധ വകുപ്പുകളിൽ, ഒരു വകുപ്പിലും 2 വകുപ്പിലും അല്ല, എല്ലാ വകുപ്പുകളിലും ഉണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം തമാശ കാണിക്കുന്നത്. PM ശ്രീ പദ്ധതിക്ക് സമാനമായി ലേബർ കോഡിന്റെ കാര്യത്തിലും സർക്കാർ കാപട്യം കാണിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയം LDF-ൽ പോലും ചർച്ച ചെയ്തില്ലെന്നും PM ശ്രീ പോലെ മറച്ചുവെച്ചെന്നും സതീശൻ ആരോപിച്ചു. ഞങ്ങൾക്ക് അവരുടെ പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല, കേരളത്തിലെ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തിട്ടില്ല, കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് കരട് വിജ്ഞാപനം 2021 തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയാണ് 4 ലേബർ കോഡുകൾ നിലവിൽ വന്നത്. വേതന, സാമൂഹ്യ സുരക്ഷ, വ്യവസായ ബന്ധങ്ങൾ, തൊഴിലിട സുരക്ഷ എന്നിവ സംബന്ധിച്ചാണ് നിയമങ്ങൾ. സർക്കാർ മിനിമം വേതനം നിശ്ചയിക്കുന്നതും അത് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതുമാണ് വേതന കോഡ്. ജോലി സമയം, ഓവർ ടൈം, സ്ത്രീ സുരക്ഷ എന്നിവ പ്രതിപാദിക്കുന്നതാണ് തൊഴിലിട സുരക്ഷാ കോഡ്. തൊഴിലാളി സംഘടനാ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടങ്ങിയതാണ് വ്യവസായ ബന്ധ കോഡ്. ശമ്പള നിർണയം, ESI തുടങ്ങിയ വിഷയങ്ങളാണ് സാമൂഹിക സുരക്ഷാ കോഡിലുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ നിയമങ്ങൾക്കെതിരെ വിവിധ മേഖലകളിൽ ഉയർന്നത് കടുത്ത വിമർശനമാണ്. പാർലമെന്റിൽ അവതരിപ്പിച്ചത് കോവിഡ് കാലത്താണ്. കാര്യമായ ചർച്ച നടന്നില്ലെന്ന് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചു ചേർത്തില്ല. ILC അവസാനം ചേർന്നത് 2015-ലാണ്. ധനമന്ത്രിയും തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ പല കാര്യങ്ങളും മറച്ചുവെച്ചു. തൊഴിലവകാശം, തൊഴിൽ സുരക്ഷ, സേവന വേതന വ്യവസ്ഥകൾ എന്നിവയെ ഹാനികരമായി ബാധിക്കും. കോഡിലെ വ്യവസ്ഥകൾ ആധുനിക അടിമത്തത്തിനാണ് വഴിയൊരുക്കുന്നതെന്ന് പരക്കെ വിമർശനമുണ്ട്.
പണിമുടക്കടക്കമുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇല്ലാതാകുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. സമരം തുടങ്ങാൻ 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം എന്നാണ് വ്യവസ്ഥ. നോട്ടീസിന് ശേഷം ചർച്ചകൾ നടക്കുന്ന സമയത്ത് സമരം തുടങ്ങാൻ അനുമതിയില്ല. വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് 50,000 രൂപ വരെയും 1 മാസം തടവും ശിക്ഷ വിധിക്കും. ട്രേഡ് യൂണിയൻ അനുവദനീയമാകുന്നതിനും കേന്ദ്രം ഏർപ്പെടുത്തിയത് കടുത്ത വ്യവസ്ഥയാണ്. ആകെ ജീവനക്കാരുടെ 10%, 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് യൂണിയൻ അനുമതി എന്നതാണ് ഇപ്പോഴുള്ള നിബന്ധന. നിലവിൽ 7 മതിയായിരുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത്. കൂട്ട കാഷ്വൽ അവധി പണിമുടക്കായി കണക്കാക്കും എന്ന് പറയുന്നു. തൊഴിലാളികളല്ലാത്തവർക്ക് ഭാരവാഹികളാകാനാകില്ല എന്നുള്ള നിബന്ധന കൂടിയുണ്ട്. ഇതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നത് BMS മാത്രമാണ്. 4 തൊഴിൽ കോഡുകൾ നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ BMS അഭിനന്ദിച്ചു. കരട് വിജ്ഞാപനത്തിന് ശേഷം എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവസരം നൽകി. കോഡുകളെ മുഴുവൻ എതിർക്കരുത്, തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന വ്യവസ്ഥകളുണ്ട്, ബ്രിട്ടീഷ് കാലം മുതലുള്ള നിലവിലെ നിയമങ്ങൾ മാറേണ്ടതാണ് എന്നുമാണ് BMSൻ്റെ ഈ കാര്യത്തിലെ നിലപാട്. സനീഷ്, ഇപ്പോൾ പലതരത്തിലും ഇപ്പോൾ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന കാര്യത്തിലടക്കം സ്ഥാപനങ്ങൾക്ക്, കമ്പനികൾക്ക് ഒക്കെ കൂടുതൽ അധികാരം നൽകുന്നതും കൂടുതൽ ഉദാരമായി അവർക്ക് തൊഴിൽ സമയമടക്കം തീരുമാനിക്കാവുന്നതുമൊക്കെയാണ് പുതിയ തൊഴിൽ കോഡുകൾ എന്നുള്ളത്. ആ കാര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു തർക്കമുണ്ടായിരിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ ഒരു തർക്കമുഖം തുറന്നിരിക്കുന്നു എന്നുള്ളത് ഒന്ന്, എങ്ങനെ സംസ്ഥാനം ഈ സാഹചര്യത്തെ നേരിടുമെന്നുള്ളതൊന്ന്. മറ്റൊന്ന്, ഈ തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട്, തൊഴിൽ കോഡുമായി ബന്ധപ്പെട്ട്, ലേബർ കോഡുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ച ഉണ്ടായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തൊഴിലാളി സംഘടനകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ മാധ്യമങ്ങളൊന്നും അതിന് ചെവി കൊടുത്തില്ല എന്ന യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ അതിലെന്ത് മാറ്റം വരാനാണ്? അതായത് ആദ്യം തന്നെ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ആയിരുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇവരെല്ലാവരും ഒന്നിച്ചു നിന്ന് എതിർക്കുന്ന ഒരു കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഒരു കരട് ഉണ്ടാകേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥർ മാത്രം ആ കാര്യത്തിൽ ശ്രദ്ധ പോയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ള അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ എനിക്കത് വലിയ ചർച്ചയാവുന്ന തോന്നി. ഈ ലേബർ കോഡുകൾ ഇപ്പോൾ 29 നിയമങ്ങൾ ആയിരുന്നു ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ ഉണ്ടായതിനു ശേഷം അപ്പാട് ഇത് ഇവിടെ വരെ ഉണ്ടായിരുന്ന 29 നിയമങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് 4 പ്രത്യേക കോഡുകൾ ഉണ്ടാക്കുകയാണല്ലോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യകാലം മുതലുള്ള നിയമത്തെ ഒന്ന് കോഡീകരിക്കുക അല്ലെങ്കിൽ ഏകീകരിക്കുക അല്ലെങ്കിൽ അതിനകത്തൊരു മാറ്റം വരുത്തുക എന്ന് തെറ്റൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇത്തരം രാജ്യത്തെ തൊഴിലാളികളെ, പ്രത്യേകിച്ചും തൊഴിലാളികൾ എന്നത് ഇത്രമാത്രം വലിയൊരു ജനസഞ്ചയമായിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ മാറ്റുമ്പോൾ ഉണ്ടാകേണ്ടുന്ന അനിവാര്യമായിട്ടുള്ള ചർച്ച ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാം. അതായത് നിസ്സംശയം പറയാം. പാർലമെൻറ്റിനകത്ത് വേണ്ട ചർച്ചകൾക്ക് തയ്യാറായിട്ടേ ഇല്ല എന്ന് മാത്രവുമല്ല, BMS പോലും പുറത്തായിരുന്നില്ല. BMS അടക്കം സകലമാന തൊഴിലാളി യൂണിയനുകളും ഈ കോഡിലെ നിർദ്ദേശങ്ങൾക്കെതിരായിരുന്നു എന്ന് നമ്മൾ കാണണം. BMS ഈ അവസാന ഘട്ടത്തിലാണ്, കേന്ദ്രം ഈ നീക്കവുമായി പോയപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും തൊഴിലാളി യൂണിയൻ ആയതുകൊണ്ട് BMS അംഗീകരിക്കുന്നത്. അപ്പോഴും അവർ പറയുന്നത് എല്ലാത്തിനെയും എതിർക്കരുതെന്ന് മാത്രമേ മറ്റു തൊഴിലാളി സംഘടനകളോട് പറയുന്നുള്ളൂ. അപ്പോൾ തന്നെ അവർക്ക് പോലും പൂർണ്ണ തൃപ്തിയില്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. പലതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കർഷക ഇതിനകത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് എതിർക്കുന്നത് ഇപ്പം തൊഴിൽ മേഖലയിൽ സമരമുണ്ടായാൽ അതായത് തൊഴിലാളി യൂണിയനുകളുടെ പ്രവർത്തനത്തെ തന്നെ, അതായത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ തൊഴിൽ മേഖല ഇത്രയും കാലം ഈ 10-75 കൊല്ലക്കാലത്തിനകത്ത് ഇങ്ങനെ കൊണ്ടുവന്നത് ഈ മനുഷ്യർ അങ്ങേയറ്റം നരകിച്ച് ജീവിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നിന്ന് അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ചുരുങ്ങിയതാണെങ്കിലുമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഈ മനുഷ്യർ, ഈ തൊഴിലാളി യൂണിയനുകൾ സമരം ചെയ്തിട്ടാണ്. അവർ അല്ലാതെ വെറുതെ ഏതെങ്കിലും സർക്കാരുകൾ എടുത്ത് കൊടുത്തതല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇവർ വെയിലും മഴയും കൊണ്ട് സമരം ചെയ്ത് പട്ടിണി കിടന്ന് സമരം ചെയ്തിട്ടാണ് എല്ലാവരും, അതായത് സമൂഹത്തിൻ്റെ പല തലങ്ങളിലെ തൊഴിലാളികൾ ഇപ്പോഴുള്ള തൊഴിൽ ചെയ്യുന്നവർ, അതിപ്പോൾ ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ആനുകൂല്യങ്ങൾ നേടിയെടുത്തത്. അപ്പോൾ അവരോടൊന്നും ചോദിക്കാതെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തൊഴിലാളി യൂണിയനുകളുടെ എക്സിസ്റ്റൻസ് തന്നെ ഇവർ ചോദ്യം ചെയ്യുക. എന്താണെന്നറിയോ, തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കന്മാർ, ഇപ്പോൾ ഒരു ഫാക്ടറിക്കകത്ത് ഉള്ള നേതാക്കൾ അവിടെ അകത്തുള്ള ആളുകൾ മാത്രമാകണം എന്ന ഒരു കാര്യം കൂടി വരികയാണ്. മാത്രമാകണമെന്നല്ല, പുറത്തു നിന്നുള്ള നേതാക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയാണ്. അപ്പോൾ അത് യൂണിയനുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നരേന്ദ്രമോദി രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങി. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പല തൊഴിലാളി സംഘടനകളുടെയും കൂടെ നേതാവായിരിക്കും അദ്ദേഹം. പക്ഷേ ആ തൊഴിൽ മേഖലയിൽ, ആ ഫാക്ടറിയിൽ, ഒരു ഓട് ഫാക്ടറിയിൽ തൊഴിലാളിയായിരിക്കില്ല ഓട് ഫാക്ടറിയുടെ നേതാവായിരിക്കാൻ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, അമിത്ഷാ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, ഏത് ആളുകളാണെങ്കിലും ഏത് മേഖലയിലുള്ളതാണെങ്കിലും. അപ്പോൾ അങ്ങനെ മാത്രമേ ഇത് മര്യാദക്ക് ഈ കാര്യങ്ങൾ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ആ ഫാക്ടറിക്കകത്ത് നിന്ന് ഒരു തൊഴിലാളി യൂണിയൻ നേതാവുണ്ട്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന നേതാവ്. ഇതിനകത്ത് മാത്രമാണ് തൊഴിലാളി യൂണിയനുകൾക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നേതാക്കന്മാർ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അയാളവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. അയാൾ മുതലാളിമാരുടെ പ്രശ്നങ്ങളെ, കുഴപ്പം പിടിച്ച കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ എടുത്ത് പുറത്താക്കിയാൽ യൂണിയൻ കഥം, യൂണിയൻ ഇല്ലാതായി. അപ്പോൾ ഇത്തരത്തിൽ
പലതരത്തിലുള്ള സംഗതികൾ, പലതരം കുഴപ്പങ്ങൾ ഇതിനകത്ത് ആകെ തന്നെയുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ചർച്ച നടത്തുന്നില്ല? ഇവർ ഡ്രമാറ്റിക്കായിട്ടാണ് ഇപ്പോൾ നോട്ട് നിരോധനം നമ്മൾ പറഞ്ഞതാണ്, SIRൻ്റെ കാര്യം. ഇത് ഒരു ബഹുസ്വര സമൂഹമാണ്. ഇതിനകത്ത് പല സംവിധാനങ്ങളുണ്ട്. തൊഴിൽ മേഖലയിലാണെങ്കിൽ തൊഴിൽ മേഖലയിലെ തൊഴിലാളി യൂണിയനുകളുണ്ട്. അവർ സുഘടിതമായിട്ടും സയൻറ്റിഫിക്കായിട്ടും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അവരോട് മതിയാം വിധം ചർച്ച ചെയ്തിട്ട് വേണം 29 നിയമങ്ങൾ മാറ്റിയിട്ട് അത് 4 കോഡാക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ, കാരണം അവരാണ് അതിൻ്റെ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ആളുകൾ. അത് ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തതിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിൽ കാർഷിക ബില്ല്, കർഷക സമരം ബില്ല് പ്രഖ്യാപിച്ചു. ഈ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു. അതിശക്തരായിട്ടുള്ള സർക്കാരാണ്. പക്ഷേ എന്താ പറ്റിയത്? കർഷക സമരത്തിന് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഈ ബില്ലുകളെല്ലാം പിൻവലിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അത് നേർക്കുനേർ അനുഭവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം പറയുകയാണ്. നിങ്ങൾ മുകളിൽ നിന്ന്, നിങ്ങൾ വലിയ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ആയിരിക്കും, ഭരണ നേതൃത്വമൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്നുള്ള പ്രശ്നം ഞങ്ങളാണിത് നേരിട്ട് അനുഭവിക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ സമരമായിട്ട് പോയി. ഇതല്ലേ ഇതേ ബിൽ ഈ കോഡുകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിജാഗ്രതയോടെയുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് വേണം, സമൂഹത്തിനകത്തും വേണം. തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ 3/4 ഭാഗവും തൊഴിലാളികളാണ്. അവരുടെ കുടുംബാംഗങ്ങൾ കൂടെ ചേരുമ്പോൾ എത്ര വലിയൊരു ജനസഞ്ചയമാണത്. ഈ ലോകത്തെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊഴിലാളികളല്ലേ. അപ്പോൾ ഈ പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ ആകെ ചർച്ചയായിട്ട് ഉയർന്നു വരണം. അത് ഇപ്പോഴാണ് വരുന്നത്. ഈ പ്രഖ്യാപനമൊക്കെ വന്ന് തൊഴിലാളി യൂണിയനിൽ ഉണർന്ന് സമരത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് വരുന്നത്. അവിടെയാണ് ഇങ്ങനൊരു സംഭവം ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉദ്യോഗസ്ഥർ എല്ലാവരും എതിർക്കുമ്പോൾ നമ്മൾ നോക്കുന്ന BMS അടക്കം ഉള്ളിൽ എതിർക്കുകയാണ്. അവർ പുറത്തങ്ങനെ പറയുകയാണെങ്കിൽ BMS എതിർപ്പുണ്ട്. എന്നിട്ട് പോലും അവരിങ്ങനെയൊരു കരട് കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടായല്ലോ എന്നത് ഒരു അഭംഗിയായി തോന്നുന്നു. ഇതിനകത്ത് എനിക്കും തോന്നുന്നതാണ്, ഒന്ന് സംസ്ഥാനത്ത് കേരളം ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ എതിർക്കട്ടെ. ഇപ്പം പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ കാര്യത്തിൽ എതിർപ്പുമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. BMS ഒഴികെയുള്ള BJP ഒഴികെയുള്ളവരെല്ലാവരും അത് ആ നിലയ്ക്ക് തന്നെ ആ എതിർപ്പ് നിലനിൽക്കട്ടെ എന്നാണ്. പക്ഷേ സനീഷ്, ഇത് ഈ ലേബർ കോഡ് സംബന്ധിച്ചുള്ള ആലോചന നടക്കുന്ന ഘട്ടം മുതൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനോട് സമ്പൂർണ്ണമായ ഒരു മുഖം തിരിഞ്ഞ സമീപനമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. പണ്ടൊക്കെ ഈ തൊഴിലാളി സംഘടന പൊതുവെ കഴിഞ്ഞ 10-12 വർഷമായി തൊഴിലാളി സംഘടനകളെ ഒരു തരത്തിലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അവർക്ക് പറയാനുള്ളത് ജനങ്ങളെ കേൾപ്പിക്കാനോ ഉള്ള ഒരു ശ്രമവും ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിൽ വലിയ വ്യത്യാസമൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു പരിധിവരെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഒരു നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തൊഴിലാളി സംഘടനകളെ കേൾക്കാനോ കേൾപ്പിക്കാനോ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ള വാസ്തവം ഇവിടെ നിലനിൽക്കുന്നു. നമ്മളത് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ തൊഴിലാളികൾക്കും നേട്ടമുണ്ട്, തൊഴിലുടമകൾക്കും നേട്ടമുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ കാലഹരണപ്പെട്ട സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നിയമങ്ങളിലടക്കം മാറ്റം വരുത്തേണ്ടതാണ്, ഈ 10-29 ചിതറിക്കിടക്കുന്നതിന് അപ്പുറത്തിനെ ക്രോഡീകരിക്കേണ്ടതാണെന്നൊക്കെ വിശദീകരിക്കുമ്പോൾ ആത്യന്തികമായി ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ആർക്കാണ്? അത് ആത്യന്തികമായി തൊഴിലുടമകൾക്ക് മാത്രം നേട്ടമുണ്ടാകുന്ന തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ 300-ൽ താഴെ തൊഴിലുടമകളാണെങ്കിൽ ഒരു അനുമതിയുമില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിടാം എന്നുള്ളതാണ് സ്ഥിതി. ഒരു ആലോചനയുമില്ലാതെ ഒരു അവകാശവും ഉന്നയിക്കാനില്ലാതെ അവരെ പിടിച്ചുവിടാവുന്ന സ്ഥിതി ഉണ്ട് എന്ന് നേരത്തെ തന്നെ ഈ IT കമ്പനികളുടെ എല്ലാം വരവോടെ കോർപ്പറേറ്റുകളുടെ പ്രത്യേക രീതി കൊണ്ടൊക്കെ പരമാവധി അവർ ഈ പിരിച്ചുവിടലൊക്കെ ശാസ്ത്രീയമായി നടപ്പാക്കേണ്ടതിൻ്റെ പദ്ധതി തന്നെ നേരത്തെ ആലോചിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആ നിലയ്ക്ക് പിരിച്ചുവിടാവുന്ന ഒരു സാഹചര്യം ഈ തൊഴിലുടമകൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഒന്നാമത്. രണ്ട്, ഈ ജോലി സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഷിഫ്റ്റുകൾ, ഈ ഓവർ ടൈം ചെയ്യണമെങ്കിൽ അത് തൊഴിലാളിയുടെ കൂടി അനുമതിയോടെ വേണം എന്ന് പറയുന്നുണ്ട്. തൊഴിലാളിയുടെ അനുമതി എന്ന് പറയുന്നത് അതൊക്കെ പ്രഹസനമാണ് സജി എന്ന് പറയുന്നത് പോലെയാണ്. ബാക്കി എല്ലാ അർത്ഥത്തിലും ഒരു തൊഴിലാളിയെ പിരിച്ചുവിടുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നത് തോന്നിയ മാസം ഓവർ ടൈം ഷിഫ്റ്റ് ഇട്ടിട്ട് അത് പണിയെടുത്തില്ലെങ്കിൽ പിരിഞ്ഞു പൊക്കോളൂ എന്ന് നിസ്സാരമായി പറയാൻ ഉടമയ്ക്ക് അവകാശം കൊടുത്തിട്ടാണ് ഈ ഇങ്ങനെ ഒരു ആനുകൂല്യമുണ്ട് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഷിഫ്റ്റുകൾ എങ്ങനെ വേണം ക്രമീകരിക്കാൻ എന്നുള്ള അവകാശം തൊഴിലുടമയ്ക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആ രീതിയിലാണ് അത് പോകുന്നത്. ഇതൊക്കെ സത്യത്തിൽ ഇതെല്ലാം പരസ്പര പൂരകങ്ങളായി നിൽക്കുമ്പോഴാണല്ലോ ഒരു സംവിധാനം ഓടുക. തൊഴിലാളിയുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്, തൊഴിലാളി ഇവിടെ ഭയങ്കര കുഴപ്പം കാണിക്കുന്നു എന്ന മട്ടിലാണല്ലോ ഇവിടെ അടക്കം മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി വെക്കുന്നത്. സത്യത്തിൽ ഈ തൊഴിലാളികൾക്ക് മേലാണ് രാഷ്ട്രം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ആദ്യം ആലോചിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഈ പറയുന്നതുപോലെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനുള്ള, അതായത് സ്വന്തമായി താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനുള്ള അവകാശം ഈ ഉടമകൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ എന്താ,
ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ വളരെ സ്വതന്ത്രമായി താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുക മാത്രമല്ല. അപ്പോൾ താൽക്കാലിക ജീവനക്കാർ മുമ്പെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും സ്ഥിരപ്പെടുത്താനുള്ള അവകാശം നേടിയെടുക്കുകയും അങ്ങനെ സ്ഥിരപ്പെടുകയും ഒക്കെ ചെയ്യുന്നിരുന്ന ഒരു രീതിയുണ്ടല്ലോ. ആ അവസ്ഥയെ നഷ്ടപ്പെട്ടു. കാരണം അതിനുള്ള അവകാശമില്ല. കാരണം സമരം ചെയ്യാൻ പറ്റില്ല. സമരം ചെയ്യണമെങ്കിൽ 14 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ അപ്പോൾ ഒരു ചർച്ചയെക്കുറിച്ച് ആലോചിക്കാമല്ലോ. നമ്മൾ ഒരു മാസം കഴിഞ്ഞ് ചർച്ച വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനപ്പുറത്ത് ചർച്ചയുണ്ടെങ്കിൽ പിന്നെ സമരം നടക്കില്ല എന്നുള്ള സ്ഥിതിയാണ് തൊഴിലാളി സംഘടനകൾ ആശങ്കപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കേരളത്തിൻ്റെ സാഹചര്യത്തേക്ക് വന്ന ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇപ്പോൾ CPI പറയുന്നത് ന്യായമാണ്. കാരണം ഈ രീതിയിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. ഇത് മാത്രമല്ല, സുതാര്യമായി തന്നെ ഇരിക്കണം, എല്ലാവരും അറിയേണ്ടതുണ്ട് എന്ന് പറയും. PM ശ്രീ പോലെ മറ്റൊരു തർക്കത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ള ആശങ്ക ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ PM ശ്രീ പോലെ ഈ കാര്യത്തിലും പറയാനുള്ള എന്തെങ്കിലും അർഹത കോൺഗ്രസിനുണ്ടോ എന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കണം. കാരണം കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അവിടെയൊക്കെ എന്താണ് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ സ്ഥിതിയെന്ന് കൂടി അന്വേഷിച്ചിട്ട് വേണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിനോട് പ്രതികരിക്കാൻ. ബാക്കി കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ബാക്കി വിവരങ്ങൾ കയ്യിലുണ്ട്. അവസാനിപ്പിച്ചോ. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സമഗ്രവും പുരോഗമനപരവുമായ തൊഴിലധിഷ്ഠിത പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ലേബർ കോഡ് എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിന് തന്നെ മോശം പേരുണ്ടാക്കും വിധം ചർച്ചയില്ലാതെ ശബ്ദ വോട്ടോടെയാണ് പാൻഡമിക് കാലത്തിൻ്റെ സാന്ദർഭിക സൗകര്യങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി സർക്കാർ ഈ നിയമം പാസ്സാക്കിയെടുത്തത്. സ്വദേശികളും വിദേശികളുമായ കുത്തകകൾ ഒഴികെ രാജ്യത്താരും ലേബർ കോഡുകളെ പിന്തുണയ്ക്കാനില്ല. പ്രത്യക്ഷ സമരത്തിനില്ലെങ്കിലും BJPയുടെ ട്രേഡ് യൂണിയനായ BMS പോലും സർക്കാരിനെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. തൊഴിലാളി പതിറ്റാണ്ടുകളായി നടത്തിയ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അധ്വാനിക്കുന്നവരുടെ പ്രതിനിധികൾ രാഷ്ട്രീയ ഭേദമില്ലാതെ പറയുന്നു. തൊഴിലാളികളെ നിയമിക്കാനും പിരിച്ചുവിടാനും തൊഴിലുടമകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ലേബർ കോഡിലെ വ്യവസ്ഥകൾ. തൊഴിലാളികളെ അസംഘടിതരാക്കി നാവടപ്പിച്ച് പണിയെടുപ്പിക്കാൻ ഇന്ത്യ ചരിത്രത്തിലും അതിനു മുമ്പും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ജനതാ സർക്കാരിൻ്റെ കാലത്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബില്ലടക്കം വന്നിട്ടുണ്ട്. 90കളിൽ എക്സിറ്റ് പോളിസിയും ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടയർമെൻറ്റ് പോളിസിയും പ്രാബല്യത്തിലാക്കാൻ ശ്രമമുണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ മുട്ടുകുത്തിച്ചവരാണ് ഇന്ത്യൻ തൊഴിലാളി ശക്തി എന്ന് മാത്രം RDX ഓർമ്മിപ്പിക്കുകയാണ്. കാത്തിരുന്ന് കാണാം എന്തായാലും RDX ഒരു വേളയിലേക്ക്.